എന്നാല് കർത്താവേ, നിന്നെ ആരാധിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കഴിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു മാറ്റം, ചെറിയൊരിടം, ഒരു ചെറിയൊരു സൗകര്യം കൂടെ ഇതിനോട് ചേർത്ത് തന്നാല് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് കർത്താവ് നിയന്ത്രിച്ചാണ്, ക്രമീകരിച്ചാണ് ഇന്നിവിടെ ഒരേ മക്കളും കടന്നു വരുന്നത്. യോഹന്നാൻ 6:65 പറയുന്നുണ്ട്, എന്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ സാധ്യമല്ല. ദൈവം അയക്കുന്നവരാണ് ഇവിടെ വന്നെത്തുന്നത്. ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്ര ആൾക്കാരെയാണ് പിതാവ് ഇവിടെ അയക്കുന്നത്. എന്നാൽ അനേകരിവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് മക്കൾ ഇവിടെ വന്നെത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു ഉപകാരസ്മരണ വായിച്ച് കേട്ട് മരണത്തിനോട് മല്ലടിച്ച് കിടന്നിരുന്ന, ആശുപത്രി കിടന്നിരുന്ന ആ രോഗത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴ് ഇവിടെ കടന്നു വന്ന് അമ്മയുടെ സ്നേഹം, പിതാവായ ദൈവത്തിന്റെ പുത്രന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മകള് അവരോട് തന്നെ പറഞ്ഞ്, ഇന്ന സ്ഥലമുണ്ട്, അവിടെ നീ പോയാല്, അമ്മയെ വിളിച്ചപേക്ഷിച്ചാല് നീ പൂർണ്ണമായിട്ടും രക്ഷ പ്രാപിക്കും. കർത്താവ് പറഞ്ഞില്ലേ, കൊണ്ടുവരുന്നവരുടെ വിശ്വാസം കണ്ട് ഞാൻ അവരെ സുഖപ്പെടുത്തും. കൊണ്ടുവരുന്നവരുടെ വിശ്വാസം നിമിത്തമാണ് അവർ സുഖപ്പെട്ടത്. അതേപോലെ അനേകം മക്കള്, അനേകര് മറ്റുള്ളവരുടെ വേദനയും വിഷമങ്ങളും എല്ലാം കണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ കടന്നു വരുന്നവർക്ക് ഇവിടെ ആയിരിക്കാനുള്ള ഇടമില്ല. കർത്താവ് പറയുന്നു, ഈ ഒരേ ദിവസം ചെല്ലുന്തോറും ഒരുപാട് ജനങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരുമെന്നാണ് പറയുന്നത്. അവർക്ക് വേണ്ട സ്ഥല സൗകര്യവും പിതാവിന്റെ നാമത്തിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഭാവനയെ കാണുക. ദൈവമേ, ഈ സ്ഥലം ശകലം കൂടെ ഒരുപാട് ഏക്കർ കണക്കിനൊന്നുമല്ല, ഒരുപാട് കൂടുതലല്ല, ഒരു വിസ്തീർണം, കടന്നു വരുന്ന മക്കളെ ഇവിടെ സ്വീകരിക്കാനുള്ള ഒരിടം ഇവിടെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് പിതാവിനെ അനുവദിക്കണമേ നമുക്ക് ഭാവനയെ കണ്ട് പ്രാർത്ഥിക്കാം. കാരണം എന്ത് നമ്മുടെ ഭാവനയെ കണ്ടുകൊണ്ട് ഈശോയോട് ചോദിച്ചാലും അതെല്ലാം യഥാസമയം അവിടെ നടത്തിത്തരും, ചെയ്തു തരും. അതുകൊണ്ട് പിതാവെ, നിനക്കിഷ്ടമാണെങ്കിൽ, അവിടെ നിന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിനെ ശകലം കൂടെ വിസ്തീർണമുള്ളതാക്കി മാറ്റണമെന്ന് ഭാവനയെ കണ്ടുകൊണ്ട് നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. മാർപ്പാപ്പായ്ക്കുവേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും നമുക്ക് മാർപ്പാപ്പായ്ക്കുവേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു സന്ദേശം തരുന്നുണ്ട്. കാരണം യേശു ആരാണെന്ന് പരസ്യ ജീവിതത്തിലൂടെ മനസ്സിലാകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് യേശുവിനെതിരായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. 100 പേര് യേശുവിന് അനുകൂലമായിട്ടുണ്ടായിരുന്നെങ്കിൽ 10,000 പേര് യേശുവിന്റെ ശത്രുവായിട്ട് മാറുകയായിരുന്നു. ഇതേപോലെ തന്നെ 100 പേര് മാർപ്പാപ്പായ്ക്ക് അനുകൂലം ഉണ്ടെങ്കിൽ 10,000 പേര് മാർപ്പാപ്പായ്ക്ക് ശത്രുവായിട്ട് മാറുകയാണ്. കാരണം നന്മയുടെ കാര്യങ്ങളൊന്നും പറയുന്നത് അന്ധകാര ശക്തിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. നന്മയുടെ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. അന്ധകാര ശക്തി ഒരേ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ അന്ധകാര ശക്തിയുടെ തല തകരാനും മാർപ്പാപ്പായെ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സംരക്ഷണത്തിൽ നിലനിർത്താനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ hello.
ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട്, ദൈവത്തെ ദർശിക്കാൻ പറ്റാത്തത് കൊണ്ട് ആരുടെയെങ്കിലും ഒരാളിന്റെ ആവശ്യം ഉണ്ട്. അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലാണ് ഒരുവൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. കാരണം അതുതന്നെയാണ് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. മോശ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല, ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്നാൽ മുൾപ്പടർപ്പിൽ വെച്ച് മോശ ദൈവത്തെ കണ്ട് അഗ്നിയുടെ രൂപത്തിൽ. ദൈവത്തെ കണ്ട മോശയെ അനുഗമിക്കാൻ ലക്ഷങ്ങള് പിന്നാലെ ഉണ്ടായിരുന്നു. ദൈവത്തെ കണ്ട ഏതൊരു വ്യക്തിയെയും ജനങ്ങൾ അനുഗമിക്കാനായിട്ട് ദൈവം അനുവദിക്കാറുണ്ട്. പ്രവാചകന്മാരുടെ കൂട്ടത്തില് ആരെ എടുത്ത് നോക്കിയാലും അവരെല്ലാം ദൈവത്തെ കണ്ടവരായിരുന്നു. ദൈവത്തെ കണ്ടവർക്ക് മാത്രമേ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവും പൂർണ്ണമായ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ദൈവത്തെ കാണാത്തവർക്ക് ദൈവത്തെക്കുറിച്ച് ചില തോന്നലുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ആഴമായ വിശ്വാസമോ ആഴമായ പ്രവർത്തനങ്ങളിലോ വരാനായിട്ട് കാണാത്ത വ്യക്തിക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ ഒരേത്തരം കാണാനായിട്ട് ദൈവം അനുവദിക്കുന്നു. ആ കണ്ടവരിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങുന്നു. അത് അനേകർക്ക് ആശ്വാസവും സമാധാനത്തിനും കാരണമാകുന്നു. അത് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയാകും. ഭൗതിക ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നിലനിൽക്കേണ്ട തയ്യാറായാൽ നിനക്ക് ഉത്തരം തരുന്നത് ഈ ലോകമായിരിക്കും. ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുകയില്ല. ദൈവത്തിൽ ഒരുവൻ ആശ്രയിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഉത്തരം പൂർണ്ണമായിരിക്കും, നിശ്ചിതയായിരിക്കും നിന്റെ ഉത്തരം. ഹല്ലേലൂയ. കാരണം നമ്മളിന്ന് താൽക്കാലികമായിട്ടുള്ള ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുമ്പോഴേ സ്വർഗീയ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് നീ ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്വർഗീയ സൗഭാഗ്യം തരുന്ന പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ തന്നെ ഉണ്ട്. എപ്പോഴാണോ നീ അതിന് തുറന്നു കൊടുക്കാൻ തയ്യാറാകുന്നത് ആ നിമിഷം തന്നെ അത് നമ്മളിലേക്ക് കടന്നു വരും. വെളിപാട് 3:20. ഇതാ നിന്റെ ഹൃദയ കവാടത്തിൽ ഞാൻ മുട്ടി വിളിക്കുന്ന, എനിക്കായിട്ട് ആരെങ്കിലും തുറന്നു തന്നാൽ ഞാൻ അവരോട് കൂടെ വാക്ക് ഉറപ്പിക്കും. അതുകൊണ്ട് നമ്മള് ദൈവത്തെ കണ്ടവരുമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ കാണാത്തവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ടാണ് പൗലോസ് സഹോദരൻ പറയുന്നത്, 3-ാം സ്വർഗം വരെ പോയ ഒരുവനെ എനിക്ക് അറിയാം. 3-ാം സ്വർഗം വരെ പോയ ഒരുവനെ എനിക്കറിയാമെന്ന് പൗലോസ് പറയുന്നെങ്കിൽ ആ പൗലോസ് തന്നെയാണ് 3-ാം സ്വർഗം വരെ പോയതും. അതുകൊണ്ടാണ് പൗലോസ് ഇത്രമാത്രം ആഴമായിട്ട് ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും പറഞ്ഞു തരികയെല്ലാം ചെയ്യാനായിട്ട് കാരണമായി. പത്രോസ് അപ്പോസ്തലൻ തലകീഴായിട്ട് കുരിശിൽ തറഞ്ഞ് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടത് സഹനം സ്വീകരിക്കുന്നവരോടുണ്ടാകുന്ന സന്തോഷം, സഹനം സ്വീകരിക്കുന്നവരോടുണ്ടാകുന്ന സമാധാനം എത്ര വലുതാണെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞ് ലോകത്തിന് കാണിച്ചു കൊടുത്ത് യേശുനാഥൻ കഴുകിയ കാല് ലോകം കാണേണ്ടതിനാണ് പത്രോസ് പറഞ്ഞത്, എന്റെ തല താഴെയായിട്ട് തിരിച്ചെത്തറച്ചാൽ മതിയാകും. അഖിലാണ്ടവും സൃഷ്ടിച്ചവൻ സ്പർശിച്ച കാല്, അഖിലാണ്ടവും സൃഷ്ടിച്ചവൻ ചുംബിച്ച പാദം,
അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാനായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണത് മേളിൽ തല കീഴേയും കാല് മേളിലുമായിട്ട് പത്രോസ് മരിക്കാൻ തയ്യാറായത്. ചിന്തിച്ച് നോക്കുക, ഒരു സ്ത്രീയുടെ മുമ്പില് യേശു എന്ന് പറയുന്ന ആൾ ആരാണെന്ന് അറിയില്ല. ആ ഗലീലക്കാരന്റെ കൂട്ടത്തിൽ ഇവനുമുണ്ട്. ഇവനും അവരിൽ ഒരുവനാണെന്ന് പറഞ്ഞപ്പോൾ ആണയിട്ട് പറഞ്ഞറിയില്ല. ആ മനുഷ്യനെ ഞാൻ അറിയത്തതേയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഏത് മരണം സ്വീകരിക്കാനും തയ്യാറായി. എങ്ങനെ വേണമെങ്കിലും യേശുവിന് വേണ്ടി മരിക്കാനായിട്ട് പൗലോസ് തയ്യാറാകുകയാണ്. അതുകൊണ്ടാണ് പൗലോസിന് വിജാതിയുടെ അപ്പോസ്തലൻ എന്നുള്ള രീതിയിൽ ആ നാമകരണം കൊടുത്തുകൊണ്ട് പൗലോസിനെ ദൈവം ഉയർത്തി. നമ്മള് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട സ്ഥാനത്താണ് ഏതെങ്കിലും ഒരു ആവശ്യം നമ്മൾ പറഞ്ഞ് വീട് വെക്കണം, സ്ഥലം മേടിക്കണം, വസ്തു കിട്ടണം, അത് വിൽക്കണം, കടം തീരണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ദൈവത്തോട് വേറും നിസ്സാരമായിട്ട് യാതൊരു യോഗ്യതയില്ലാത്ത, യാതൊരു പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ആവശ്യപ്പെടുന്നത്. ഒരുപാട് ഉപകാരപ്പെടുന്ന വായിച്ച് ഞാനത് നേരത്തെ മുതൽ പറയുന്നൊരു സംഭവമാണ്. ഈ ജപമാല പ്രചരിപ്പിക്കണമെന്ന് മാതാവ് പ്രത്യേക സന്ദേശം തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ജപമാല ലഭിക്കുന്നത്. ഉപകാരപ്പെടുന്ന എഴുതിയിടുകയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര പേർക്ക് ഈ ജപമാല അവരുടെ കരങ്ങളിൽ എത്തിക്കാനത് നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അത്രയും പേരുടെ കരങ്ങളിൽ ജപമാല എത്തിക്കുക. കാരണം ഈ ഭൂമിയിൽ നിന്നും പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും. ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ഭൂമിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ജപമാല മാധ്യസ്ഥത്തിലൂടെ അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാത്രമേ പിന്നെ ഇവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ കീഴിൽ എത്ര പേരാകാനായിട്ട് ആഗ്രഹിക്കുന്നോ അവര് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയില്ലെന്ന് എത്രയോ പേര് ആഗ്രഹിക്കുന്നു ഈ ഒരു ജപമാല കിട്ടിയാലും നല്ലതായിരുന്നു, നല്ലതായിരുന്നു, തുറന്നു പറയാൻ സാധിക്കുന്നില്ല. എവിടെങ്കിലും പോയി മേടിക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങളുടെ അയൽവാസികൾ, നിങ്ങളുടെ അടുത്തുള്ളവര് പലരും ആഗ്രഹിക്കുന്നുണ്ട് ജപമാല വേണം, ജപമാല വേണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ജപമാലയിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ മാതാവ് സന്ദേശത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ദൈവനാമത്തിൽ നിഷേധിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിവുള്ള നന്മകള് അത് ലഭിക്കാൻ അർഹതയുള്ള ഒരുവന് അത് ലഭിക്കാനായിട്ട് നീ സഹായിക്കുക. സുഭാഷിതം 3-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മകള് അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുത്. നമ്മള് ഒരേ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ജപമാലയും കൊണ്ട്